ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കുന്നത് ഈ കൊറോണയുടെ സമയത്താണെന്ന് പറഞ്ഞല്ലോ. അത് എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അവന് മുടി നല്ലോണം കൊഴിഞ്ഞായിരുന്നു, നല്ലോണം കൊഴിഞ്ഞായിരുന്നു. പിന്നെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ചകിരി പോലെയാണ് ഇരുന്ന് വെച്ചത്. ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു ഇതിലായിരുന്നു ഇരുന്ന് വെച്ചേട്ടാ. താരനുണ്ടായിരുന്നില്ല, മുടി കൊഴിച്ചിൽ നല്ലോണം ഉണ്ടായിരുന്നു, സ്കാൽപ്പ് നല്ലോണം കാണും, ആ ഒരു വിധത്തിലായിരുന്നു ഈ കൊറോണയുടെ സമയത്ത്. നമുക്ക് പുറത്തോട്ടൊന്നും പോകാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ അമ്മ ഇത്തിരി ഓയിൽ എണ്ണ കാച്ചിത്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കും, പക്ഷേ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എല്ലാ സാധനങ്ങളും വേണം, എന്നാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കും, പിന്നെ ഒരു വർഷത്തേക്ക് ഉണ്ടാക്കില്ല. അപ്പോൾ പിന്നെയും നമ്മൾ സാധാ ഓയിൽ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മടിയാണ്. പക്ഷേ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ അവരുടെ പുറകെ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഒരു ഒരു 1/2 കിലോ ഓയിലാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടിയത് ഒരു 300 ml ആണ് കിട്ടിയത്. വെച്ചാൽ ഇത് ഓയിൽ വറ്റും, വെളിച്ചെണ്ണ വറ്റും, പാക്കറ്റ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ തുടങ്ങിയത്. ഉണ്ടാക്കി ഞാൻ അവന് കൊടുത്ത് അവന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഈ മുടി നല്ലോണം അങ്ങോട്ട് കറുത്ത്, ഈ ചെമ്പിച്ചിരുന്ന മുടി നല്ലോണം അങ്ങോട്ട് കറുത്ത്, പിന്നെ കൊഴിച്ചൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര ഇതായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ നല്ല വ്യത്യാസം ഉണ്ടല്ലോ അമ്മേ, നമുക്കിതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പാടില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഞാനത് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇതായിട്ട് എടുത്തില്ല. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് എടുത്തു. അപ്പോൾ പിന്നെ വീണ്ടും നമുക്ക് ഉണ്ടാക്കണം, കുറച്ച് ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയും കൂടി വാങ്ങിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. വെച്ച് കഴിഞ്ഞാൽ എനിക്കുമൊക്കെ സ്കാൽപ്പ് കാണാം, മുടി നല്ലോണം. അപ്പം വീണ്ടും നമ്മൾ ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, ഈ തുളസിയുടെയും പിന്നെ അതുപോലെ തന്നെ കറ്റാർവാഴ, നെല്ലിക്കയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് സാധനങ്ങൾ അന്നൊരു 10 ഐറ്റത്തോളം ഞാൻ ചേർത്ത് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. നന്നായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി. ഓട്ടുരുളിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോഴും ഞാൻ ഓട്ടുരുളിയിൽ തന്നെയാണ്. നമ്മൾ എണ്ണ കാച്ചാൻ തുടങ്ങുന്ന കാലം തുടങ്ങി നമ്മൾ ഓട്ടുരുളിയിലാണ് കാച്ചുന്നത്. അപ്പോൾ നമ്മളത് അങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അടുത്ത വീട്ടിൽ അവർ ഈ മണം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി എന്താ ചേച്ചി ചെയ്യണം, അവിടെ നല്ല സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ ഞാൻ എണ്ണ കാച്ചണേണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ മോന് പിന്നെ നല്ല താരനാണ്, കുറച്ച് എനിക്കും തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അതിനെന്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് തന്നെ നമുക്ക് പറ്റിയൊരു സമയം എന്നോർത്തിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, ഈ മകനോടും പറഞ്ഞില്ല, എൻ്റെ ഭർത്താവിനോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ അവിടെ ഒരു കടയിൽ നിന്ന് കുറച്ച് 100 ml ഒരു 10 ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടാണ്. 10 ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഞാനത് പിന്നെ ഒരു വിലയിട്ട് ഞാൻ ഇവർക്ക് കൊടുത്ത്, വെറുതെ സ്റ്റിക്കറും ഒന്നുമില്ല, ഞാൻ കൊടുത്ത്. ഒരു ധൈര്യമാണ് കേട്ടോ അത്, അതൊരു ധൈര്യമാണ്. അപ്പം ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ചേച്ചി നല്ല വ്യത്യാസം ഉണ്ടട്ടെ ചേച്ചി. വ്യത്യാസമൊന്നുമല്ല, താരം മാറി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അന്ന് ആ കൊച്ചിന് 7 വയസ്സാണ്, ഇപ്പോൾ ആ കൊച്ചിന് ഒരു 10-12 വയസ്സുണ്ടാവും ആ കൊച്ചിന്. അന്ന് താരം മാറി ചേച്ചി എന്ന് പറഞ്ഞു. അവരങ്ങനെ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറായി. അപ്പോൾ പിന്നെ എനിക്കൊരു ധൈര്യമായി. അപ്പോൾ അടുത്ത വീട്ടിൽ വേറൊരു ചേച്ചി ഇങ്ങനെ വെച്ചാൽ എന്തുണ്ടെങ്കിലും നമ്മളോട് തുറന്ന് പറയുന്ന ആൾക്കാരാണ്. പറ്റിയില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയും നമ്മളുടെ അടുത്ത്. അങ്ങനെ പറയുന്ന ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഓയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, തലയിൽ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തലനീരിറക്കം ഇറങ്ങും. ഞാനൊരു 12 വർഷത്തോളം ഞാൻ തലയിൽ വെളിച്ചെണ്ണ പറ്റിയിട്ട്. മോൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിത് പറിച്ചുകൊണ്ട് പോകുന്നതും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട്, എനിക്ക് ഒന്ന് തരാമോ എന്ന് വെച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ശരി ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം മുടങ്ങൂട്ടാ വെച്ച് ഞാൻ വീട്ടിൽ ആരും അറിയാണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റ് ആയി. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിലോട്ട് ഒരു ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങി. നല്ലതാണെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മകൻ എന്തിനും വിമർശനം പറയുന്ന ആളാണ്, എൻ്റെ ഇളയ മകൻ. അപ്പോൾ അവൻ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ധൈര്യമായി. പിന്നെ നമുക്ക് നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോഴും നമുക്കും ഒരു ധൈര്യമാണല്ലോ, നമുക്കും ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാനിത് അവർക്കും കൊടുത്ത് ഇവർ ഉപയോഗിച്ചെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഇവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ദേ എൻ്റെ കഴുത്ത് കണ്ടാന്നും പറഞ്ഞു. ഇവരെനിക്ക് തല തിരിച്ച് എനിക്ക് ഇങ്ങനെ കഴുത്തൊക്കെ തിരിച്ച് കാണിച്ചു തന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അവരും തന്നെ എനിക്ക് കാശ്, അവർ വേറെ ആൾക്കാരോട് പറഞ്ഞിട്ട് അവിടെ ഒരു ഉമ്മിച്ചിയുണ്ട്, ആ ഉമ്മിച്ചിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ തുടങ്ങി.
അങ്ങനെ ശരിക്കും നല്ലൊരു ചെറുതാണെങ്കിലും നല്ലൊരു വരുമാനം എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ നാട്ടുകാരെ എനിക്ക് തന്നൊരു ധൈര്യമാണ് കേട്ടോ. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ധൈര്യം, നമുക്ക് ആദ്യം തരുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്. ബാക്കി ഞാനിത് ഒറ്റ വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ബാക്കി ഞാൻ പറയാം കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയും. ഓക്കെ.